നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഷീറ്റ് എന്താണ്, അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ആണ്, പക്ഷേ ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിലെന്തൊക്കെയാണ് വരിക? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ വരും. എന്നിട്ട് അത് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മെയിൻ പർപ്പസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് എങ്ങനെയാണ് ഫിനാൻഷ്യലി സ്ട്രോങ് ആണോ, വീക്ക് ആണോ, അതോ മോഡറേറ്റ് ആണോ, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഡേറ്റിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് ഡേറ്റ് അല്ലേ. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു 35, ഇപ്പോൾ നമ്മൾ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് ആ ഡേറ്റിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കോൺസെപ്റ്റാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, അറേഞ്ച്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ടു സർട്ടൻ കാറ്റഗറീസ് ഓഫ് ഗ്രൂപ്പ് ഇസ് കോൾഡ് ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒക്കെ ഗ്രൂപ്പുകളാക്കി തിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഐറ്റത്തിനെയൊക്കെ നമ്മൾ ഒരു ഹെഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അതിനെ കാറ്റഗറൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അസറ്റ്സിൽ തന്നെ നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, അതിനൊക്കെ ഒരു പ്രത്യേക സിമിലർ ആയിട്ടുള്ള നേച്ചറാണ്. അതുപോലെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ലയബിലിറ്റീസ് ആയാൽ ഫിക്സഡ് ലയബിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് ഒരു ഹെഡിൻ്റെ കീഴിലേക്ക്, ഒരേ നേച്ചറിലുള്ള ഐറ്റത്തിന് ഒരു ഹെഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് എന്ന് പറഞ്ഞാലോ, മാർഷലിംഗ് മീൻസ് അറേഞ്ചിങ് ദീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിൽ ഈ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർഷലിംഗ്. അപ്പോൾ ഗ്രൂപ്പിങ്ങിൽ നമ്മൾ ഒരുപോലെയുള്ള ഐറ്റത്തിന് കാറ്റഗറൈസ് ചെയ്ത് ഒരു ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മാർഷലിങ്ങിൽ എന്താണ് വ്യത്യാസം? ഈ അസറ്റ്സിനും ലയബിലിറ്റീസിനും നമ്മളൊരു ഓർഡർ കൊടുക്കും, ഏതാദ്യം വരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അത് ഒന്നെങ്കിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആവാം, ഇല്ലെങ്കിൽ ഓർഡർ ഓഫ് പെർമനൻസ് ആവാം. ഇനി എന്താണ് ഈ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, അതുപോലെ ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഗ്രൂപ്പിങ്ങും ഉണ്ട്, മാർഷലിങ്ങും ഉണ്ട്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ കാറ്റഗറൈസേഷൻ ആണ് അവിടെ വരുന്നത്. മാർഷലിങ്ങിൽ എന്താ വരുന്നത്, ഈ കാറ്റഗറി ആക്കി തിരിച്ച ഐറ്റത്തിന് നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലേ. അസറ്റ്സിനെയും ലയബിലിറ്റീസിനൊക്കെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിന് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ലിക്വിഡിറ്റിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ പെർമനൻസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ രണ്ട് മെത്തേഡ്സ് ആണ്, മാർഷലിങ്ങിൻ്റെ രണ്ട് മെത്തേഡ്സ് ആണിത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ദ അസറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ റിയലൈസബിലിറ്റി. The assets which can be converted into cash are stated first. The assets that can be easily converted into cash are stated first, followed by other assets which cannot be easily converted into cash. Liabilities which are payable at short notice comes first, followed by more long-term liabilities. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ പറയുന്നത് ഈ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ വെച്ച അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒരു പ്രത്യേക ഓർഡർ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡറിലാണ് നമ്മളത് ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ അസറ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അസറ്റുകൾ നമുക്ക് ഏതൊക്കെ അസറ്റ്സ് ആണോ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനെ ക്യാഷായിട്ട്
അസറ്റിനെ നമുക്ക് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ ആദ്യം വെക്കുക. പിന്നെ പക്ഷേ കുറേ സമയം എടുത്തിട്ടേ അത് ക്യാഷ് ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകളെയൊക്കെ നമ്മൾ പിന്നീട് വെക്കുക. അപ്പോൾ കറണ്ട് അസറ്റുകളെ ആദ്യം വെക്കുക, കാരണം അത് പെട്ടെന്ന് ക്യാഷ് ആക്കാം. അപ്പോൾ അതിൽ ഏറ്റവും കറണ്ടായിട്ടുള്ള ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ഏതായിരിക്കും? ക്യാഷ് തന്നെയായിരിക്കും. ക്യാഷ് ഓൾറെഡി ക്യാഷ് ഫോമിലാണ്. പിന്നെ വരുന്നത് ബാങ്കിലുള്ളത് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ആക്കാം അല്ലേ. നമ്മൾ ബാങ്കിൽ പോയിട്ട് നമുക്കത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലത് ക്യാഷ് ആയിട്ട് കിട്ടും. പിന്നെ അപ്പോൾ അത് അടുത്ത അസറ്റ്. പിന്നെ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കടക്കാർ അല്ലേ. ഈ കടക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന കടം അത് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അസറ്റ് ആയിട്ടാണ് എഴുതുന്നത്. പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് നമുക്കത് തിരിച്ചു കിട്ടും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ചു കിട്ടുമ്പം അത് പിന്നെ എന്തായി? ക്യാഷായി മാറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞതിലേക്ക് പെടുത്തുന്നു. ഇനി അതിൽ തന്നെ കറണ്ട് അസറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ക്യാഷാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ക്യാഷാണ്. അത് കഴിഞ്ഞ് ബാങ്ക്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ഫിക്സ് ചെയ്യും. ഇനി ലയബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ലയബിലിറ്റീസ് ആണ്. നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസിനെയാണ് ഏറ്റവും ലിക്വിഡ് എന്ന് പറയുന്നത്. അതുപോലെ കുറേ സമയം എടുത്തിട്ട് നമ്മൾ പേ ഓഫ് ചെയ്യുന്ന ലയബിലിറ്റീസ് ഉണ്ടാവും, ലോങ് ടേം ലയബിലിറ്റീസ്. അതാണ് നമ്മൾ ലാസ്റ്റിലേക്ക് എഴുതുന്നത്. അപ്പോൾ അതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വരുന്ന മെത്തേഡാണ് ഓർഡർ ഓഫ് പെർമനൻസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റിൻ്റെ നേരെ വിപരീതമാണ് പെർമനൻറ്റ്. ലിക്വിഡിറ്റിയിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ആദ്യം വെക്കും. അതായത് ഷോർട്ട് ടേം നേച്ചറിലുള്ളതിനൊക്കെയാണ് ആദ്യം വെക്കുക, ലോങ് ടേം ഒക്കെ പിന്നീടാണ് വെക്കുക. ഇവിടെ നേരെ തിരിച്ചാണ് വരിക. പെർമനൻ്റ് ആവുന്നത് എന്താണ്? പൊതുവേ ലോങ് ടേം ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ലോങ് ടേം ആയിട്ടുള്ളതിനൊക്കെ ആദ്യം എഴുതിയിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ളതിനെ നമ്മൾ പിന്നീടാണ് എഴുതുക. അപ്പോൾ അതാണ് ഓർഡർ ഓഫ് പെർമനൻസിൽ പറയുന്നത്. ദിസ് ഈസ് എ റിവേഴ്സ് മെത്തേഡ് ഓഫ് പ്രീവിയസ് വൺ. നമ്മൾ പറഞ്ഞ മെത്തേഡിൻ്റെ നേരെ തിരിച്ചിട്ടുള്ളൊരു മെത്തേഡാണ്, റിവേഴ്സ് മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദാറ്റ് ആർ മോർ പെർമനൻറ്റ് ഓർ ലോങ് ടേം ഇൻ നേച്ചർ കംസ് ഫസ്റ്റ്, followed by the least permanent assets and liabilities. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ലോങ് ടേം ആയിട്ടുള്ളതിനെ നമ്മൾ ആദ്യം എഴുതുന്നു, പിന്നീടാണ് ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം നമ്മളെ മാർഷലിങ്ങിൻ്റെ മെത്തേഡ് ഏതാണ്? ഓർഡർ ഓഫ് പെർമനൻസ് ആണെന്ന് പറയാം. ഇനി ഇത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റാണ്. ലിക്വിഡിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് ഷോർട്ട് ടേം ഐറ്റം. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കറണ്ട് അല്ലേ. കറണ്ട് നോക്കുക, ഇതിൽ കറണ്ട് ആയിട്ടുള്ള ഐറ്റത്തിനൊക്കെയാണ് ആദ്യം വെച്ചത്. ഫിക്സ്ഡ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഐറ്റത്തിനെയാണ് പിന്നീട് വെച്ചിട്ടുള്ളത്. ഇനി അതിൽ തന്നെ ഓരോ കാറ്റഗറിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഐറ്റംസ് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യുന്ന ഏറ്റവും പെട്ടെന്ന് ക്യാഷ് രൂപത്തിൽ തന്നെ ഉള്ളതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ, അസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ്, പിന്നെ ബാങ്ക്. അപ്പോൾ അങ്ങനൊരു പ്രത്യേക ഓർഡറിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. നോക്കുക, ബാലൻസ് ഷീറ്റ് നമ്മളാദ്യം ഒന്ന് പൊതുവായിട്ട് നോക്കി നോക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഇന്നൊരു പ്രത്യേക ഡേറ്റിലാണ് നമ്മളത് എഴുതേണ്ടത്. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട രീതിയാണ്. അസറ്റ്സ് റൈറ്റ് സൈഡിലാണ്, ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലാണ്. ലയബിലിറ്റീസും ക്യാപിറ്റലും ലെഫ്റ്റിലാണ് എഴുതുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരു എമൗണ്ട് കോളും വരും. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല എന്നുള്ളത് ഓർക്കുക. അക്കൗണ്ട് രൂപത്തിലാണ് വരയ്ക്കുന്നെങ്കിൽ പോലും ബാലൻസ് ഷീറ്റ് എന്താ? അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നോക്കുക, അസറ്റ് സൈഡിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് ആണ്. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി പ്രകാരമാണെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിൽ തന്നെ ആദ്യം വരേണ്ടത്, കറണ്ട് അസറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യം വരേണ്ടത് ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്. പിന്നെ ബാങ്കിലുള്ള ക്യാഷ് അടുത്തത്, ക്യാഷ് അറ്റ് ബാങ്ക്. പിന്നെ അടുത്ത് വരേണ്ട ബിൽ റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എഴുതേണ്ടത്. പിന്നെ അത് കറണ്ട് അസറ്റ് കഴിഞ്ഞിട്ടാണ് ഫിക്സ്ഡ് അസറ്റ് കൊടുക്കുന്നത്. ഇനി ഫിക്സ്ഡ് അസറ്റിൽ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഗുഡ്വിൽ എന്ന് പറഞ്ഞൊരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്തു. ഇനി അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസും ക്യാപിറ്റലും എഴുതേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്, ഏറ്റവും ഷോർട്ട് ടേം ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അതിൽ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആദ്യം വരണം. പിന്നെ ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്,
സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ്. ഇതുപോലെ തന്നെ ആ ഒരു ഐറ്റംസ് ഇന്ന ഗ്രൂപ്പിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ച സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. അസറ്റുകൾ ഏതൊക്കെയാണ്, ഫിക്സ്ഡ് അസറ്റ് ഏതാണ്, കറണ്ട് അസറ്റ് ഏതാണെന്നൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി റിഫ്രഷ് ചെയ്യേണ്ട സമയമായി. അപ്പം കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ വരുന്നു, കറണ്ട് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള ഐറ്റംസ് നല്ല തറോ ആവണം. ഇനി അത് കഴിഞ്ഞ് കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഫിക്സഡ് ലയബിലിറ്റീസ് എഴുതുന്നു അല്ലേ. നേരത്തെ കറണ്ട് അസറ്റ് കഴിഞ്ഞിട്ട് ഫിക്സ്ഡ് അസറ്റ് എഴുതിയ പോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. ഫിക്സ്ഡ് ലയബിലിറ്റീസിൽ വരുന്ന ഏതൊക്കെയാണ്, ലോങ് ടേം ലോൺസ് ഉണ്ടാവും, ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ വരാവുന്നതാണ്. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് എന്ത് എഴുതേണ്ടത്, ക്യാപിറ്റൽ എഴുതേണ്ടത്. അപ്പോൾ ലയബിലിറ്റീസ് കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റൽ എഴുതേണ്ടത്. ക്യാപിറ്റൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓർഡർ ഉണ്ട്. ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതണം. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. അവിടെ നമ്മൾ എന്ത് എഴുതിയത്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. ഇനി അല്ല ലോസ് ആണ് കിട്ടിയതെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ അത് കൂട്ടണം. ഇനി നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും അത് കുറയ്ക്കണം. ഇനി അത് കഴിഞ്ഞ് ഡ്രോയിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു എമൗണ്ടിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആണ് നമ്മളുടെ ക്ലോസിങ് ക്യാപിറ്റൽ. അതാണ് നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റ് നമ്മളൊരു ഓർഡർ ഓഫ് ലിക്വിഡിറ്റി പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതേ ഐറ്റം തന്നെ നമ്മൾ ഓർഡർ ഓഫ് പെർമനൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ മാറ്റം വരുന്ന, ഐറ്റംസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ ആ ഉള്ള ഓർഡർ ഒന്ന് മാറും. അപ്പോൾ നോക്കി നോക്കുക, സൈഡുകളൊക്കെ മാറുന്നില്ല, ആ ഐറ്റംസിൻ്റെ ഓർഡർ മാത്രമേ ഒന്ന് ഷഫിൾ ആവുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ അസറ്റ് സൈഡിൽ നോക്കുക, നേരത്തെ നമ്മൾ കറണ്ട് അസറ്റിലാണ് തുടങ്ങിയത് അല്ലേ, ഫിക്സഡ് അസറ്റ് രണ്ടാമത് എഴുതിയത്. ഇവിടെ നമ്മൾ എന്ത് എഴുതി, ഫിക്സഡ് അസറ്റിൽ തുടങ്ങി കറണ്ട് അസറ്റാണ് രണ്ടാമത് എഴുതിയത്. ഇനി അതന്നെ ഫിക്സ്ഡ് അസറ്റിൽ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലാണ് തുടങ്ങിയത്. ഇവിടെ പക്ഷേ എൻഡ് ചെയ്തത് ഗുഡ് വില്ലാണ്. അപ്പോൾ നേരെ തിരിച്ചിടുക, ഗുഡ് വില്ല് തുടങ്ങിയിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ അവസാനിക്കുന്ന രീതിയിലേക്ക് ഇടുക. അപ്പോൾ ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ളത്, കുറേ കാലം ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക, പിന്നീട് ഏറ്റവും ലീസ്റ്റ് പെർമനൻ്റ് ആയിട്ടുള്ളതിന് ലാസ്റ്റിലേക്ക് കൊടുക്കുക. ഇനി കറണ്ട് അസറ്റിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ നമ്മൾ ലാസ്റ്റാണ് ക്ലോസിങ് സ്റ്റോക്ക് എഴുതിയത്. പക്ഷേ ഇവിടെ കറണ്ട് അസറ്റിൽ ഇവിടെ ഫസ്റ്റ് ക്ലോസിങ് സ്റ്റോക്ക് എഴുതുക. അപ്പോൾ ഇത് നേരെ താഴ്ന്ന് മേലേക്ക് എഴുതി വെച്ചാൽ ഇവിടെ നമുക്ക് പെർമനൻസിൻ്റെ ഓർഡറിൽ കിട്ടും. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക്, പിന്നെ അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, സൺട്രി ഡെറ്റേഴ്സ്, ക്യാഷ് ആയിരുന്നു നമ്മൾ ഇവിടെ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ ഫസ്റ്റ് എഴുതിയത്. അത് ഇവിടെ എന്ത് വരുന്നു, ഓർഡർ ഓഫ് പെർമനൻസിൽ അത് ലാസ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് അസറ്റ് ഫിക്സഡും കറണ്ടും മാത്രമല്ല സ്ഥാനം മാറിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള അസറ്റ്സ് തന്നെ നേരെ തിരിച്ച് വന്നിട്ടുണ്ട് അല്ലേ. ഏറ്റവും ആദ്യമുള്ളത് ഏറ്റവും താഴെ പോയി. അപ്പോൾ ആ ഒരു രീതിയിലാണ് പെർമനൻറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നേരത്തെ ലിക്വിഡിറ്റിൻ്റെ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ളത് ആദ്യം എഴുതിയിട്ട് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളതിനെയാണ് ലാസ്റ്റ് എഴുതുന്നത്. നേരത്തെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളതിനെ ആദ്യം എഴുതിയിട്ട് ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ളതിനെയാണ് ലാസ്റ്റ് എഴുതുന്നത്. ലയബിലിറ്റീസിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റലിലാണ് അവസാനിച്ചത്. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ ക്യാപിറ്റലിൽ തുടങ്ങണം, ഓർഡർ ഓഫ് പെർമനൻസിൽ ക്യാപിറ്റലിൽ തുടങ്ങണം. ഇനി അത് ക്യാപിറ്റലിൻ്റെ ഉള്ളിലുള്ള ഓർഡർ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കണം, ഡ്രോയിങ്സ് കുറയ്ക്കണം, അതിൽ മാറ്റമില്ല. ഇനി അടുത്തത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ നമ്മൾ ഫിക്സഡ് ലയബിലിറ്റീസ് ആണ്, കറണ്ട് ലയബിലിറ്റീസ് ആണ് ആദ്യം എഴുതിയത്. പക്ഷേ ഇവിടെ ഫിക്സ്ഡ് ലയബിലിറ്റീസ് എഴുതി, പിന്നീടേ ഉള്ളൂ കറണ്ട് ലയബിലിറ്റീസ് എഴുതേണ്ടത്. പിന്നെ അതിൽ തന്നെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഉള്ളിലുള്ള ഓർഡർ ഷഫിൾ ചെയ്യണം, താഴെ നിന്ന് മേലേക്ക് വേണം അതിവിടെ എഴുതാൻ. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആദ്യം വരും, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡറിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, ഒന്നെങ്കിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡർ ഓഫ് പെർമനൻസ്. അതിങ്ങനെ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർഷലിംഗ്, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുന്നു, ഓരോ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ക്യാപിറ്റലിനെയൊക്കെ ഗ്രൂപ്പുകളാക്കി തിരിക്കുക മാത്രമല്ല അതിനൊരു പ്രത്യേക ഓർഡറും കൂടി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്.
ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്താൽ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടി ക്ലിയർ ആവും. ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫ്ലോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2020. അതിൽ ഓരോ ഐറ്റംസ് നോക്കുക. ക്യാപിറ്റൽ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫ്രീ ഹോൾഡ് പ്രമൈസസ്. ഫ്രീ ഹോൾഡ് പ്രമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാൻഡിനെയാണ്, ആ ബിസിനസ്സിൻ്റെ സ്ഥാപനം നിൽക്കുന്ന ആ ഒരു പ്രമിസൈസ്, അതിൻ്റെ സറൗണ്ടിങ്സിനെയാണ് ഫ്രീ ഹോൾഡ് പ്രമൈസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബിൽസ് പേയബിൾ, ബിൽഡിങ്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ, ഓവർ ഡ്രാഫ്റ്റ്, ഡ്രോയിങ്സ്, അക്രൂഡ് ഇൻകം, സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ മറ്റ് ഐറ്റംസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓരോന്നും ഓർഡർ ആക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിലാണ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ. ക്ലോസിംഗ് ഡേറ്റ് ഏതാ നോക്കുക, 31st December 2020ലേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 31st December 2020 എന്ന് ടൈറ്റിൽ കൊടുക്കുക. പിന്നെ എസെറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ് കൊടുക്കുക. എസെറ്റ്സിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആകുമ്പോൾ നമ്മൾ ഏതാണ് തുടങ്ങേണ്ടത്, കറണ്ട് എസെറ്റിലാണ് തുടങ്ങേണ്ടത്. അതിൽ തന്നെ ലീസ്റ്റ് ഇതായിട്ടുള്ള എസെറ്റ്സ് നമ്മൾ തുടങ്ങണം. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള എസെറ്റ്സ് നമ്മൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഏതാണ് ഫസ്റ്റ് വരിക, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ് രണ്ടാമത്തെ ഇതിലേക്ക് നോക്കുക, താഴേക്ക് അവിടെ ലോങ് ടേം ലോൺസ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ലോങ് ടേം ലോൺസ് കഴിഞ്ഞ് ക്യാഷ് ഇൻ ഹാൻഡ് വന്നു. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഐറ്റംസ് താഴേക്ക് പോകുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ലോൺ ടു ഹർഷ. അപ്പോൾ അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് എസെറ്റ് തുടങ്ങാം അല്ലേ, 8,000. പിന്നെ അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക്, അതിൻ്റെ ഫർണിച്ചർ കഴിഞ്ഞിട്ട് അതിന് നേരെ താഴെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ അത് ക്യാഷ് ഇൻ ഹാൻഡായി, ക്യാഷ് അറ്റ് ബാങ്കായി. ഇനി ബിൽ റിസീവബിൾ ഉണ്ടോ നോക്കുക. ബിൽ റിസീവബിൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5,500. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺട്രി ഡെറ്റേഴ്സാണ് വരിക അല്ലേ, ഓർഡർ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മുകളിലതാ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽ റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്. ഇനി വരുന്നത് ഫോർമാറ്റ് പ്രകാരം പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് 1,200 റൈറ്റ് സൈഡിൽ താഴേക്കാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എക്രൂഡ് ഇൻകം ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് 4,000, എക്രൂഡ് ഇൻകം 4,000. അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസ് എഴുതി, എക്രൂഡ് ഇൻകംസ് എഴുതി. ഇനി നമുക്ക് സ്റ്റോക്കാണ് അടുത്ത് വരാൻ സാധ്യതയുള്ള ഐറ്റം. അപ്പം ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഐറ്റം ഉണ്ടോ നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 12,500 അല്ലേ, റൈറ്റ് സൈഡിൽ 12,500 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. പിന്നെ അടുത്തൊരു ലാസ്റ്റ് ഒരു ഐറ്റം ഉണ്ട്, ലോൺ ടു ഹർഷ. നമ്മൾ ഹർഷയ്ക്ക് കൊടുക്കുന്ന, ബിസിനസ്സുകാർ കൊടുക്കുന്ന ലോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എസെറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കറണ്ട് എസെറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി, ലോൺ ടു ഹർഷ. ഇനി അടുത്തത് ഫിക്സ്ഡ് എസെറ്റ് എഴുതാം. ഫിക്സ്ഡ് എസെറ്റിൽ വരുന്നതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫ്രീ ഹോൾഡ് പ്രമൈസസ്. അതുപോലെ അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ ഹോൾഡ് പ്രമൈസസ് എഴുതി. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അതിൻ്റെ ജസ്റ്റ് മുകളിലതാണ്. പിന്നെ വരുന്നതാണ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ബിൽഡിങ് വരുന്നുണ്ട്. ബിൽഡിങ് ആദ്യം എഴുതുക, 85,000. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുക, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 43,700. അടുത്തത് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 65,000. അപ്പോൾ ഇത്രയാവുമ്പോൾ നമ്മളുടെ എസെറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഫസ്റ്റ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. അതിൽ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആദ്യം എഴുതണം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താഴേക്കായിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 20,000. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസ് ഹെഡിങ് കൊടുക്കുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 20,000. പിന്നെ വരുന്നതാണ് ബിൽ പേയബിൾ. ബിൽസ് പേയബിൾ കുറച്ച് മുകളിലേക്കായിട്ട് 12,000, നാലാമത്തെ ഐറ്റം. ഇനി നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരുന്നത് റൈറ്റ് സൈഡിൽ 3,200 മിഡിലായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അത് റെക്കോർഡ് ചെയ്തു. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവബിൾ. നമ്മൾ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഓർഡർ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആ ഫോർമാറ്റ് വെച്ചിട്ടുള്ളൊരു ഓർഡറാണ് നമ്മളിതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റില്ലേ, ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതേ ഓർഡറാണ്. ആ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഐറ്റംസ് ഏതാണോ ഓർഡറിൽ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് എഴുതിയത്.
അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 6,100 എഴുതി. അതുപോലെ അടുത്ത ലയബിലിറ്റി ഏതാണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതും കറണ്ട് ലയബിലിറ്റീസിൽ എഴുതി. ഇനി ഫിക്സ്ഡ് ലയബിലിറ്റീസിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഫിക്സ്ഡ് ലയബിലിറ്റീസിൽ വരുന്നതാണ് ലോങ് ടേം ലോൺ, അല്ലെങ്കിൽ അതാ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് അത് എഴുതുക. പിന്നെ അടുത്തത് ലയബിലിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ക്യാപിറ്റലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ നോക്കുക. ക്യാപിറ്റൽ ഫസ്റ്റ് ഐറ്റം ആയിട്ട് ലെഫ്റ്റിലെ ഫസ്റ്റ് ഐറ്റം 3 lakhs തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏകദേശം മിഡിലിലേക്കായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഒരു 79,000 കാണാനുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പിന്നെ ഡ്രോയിങ്സ് ലെഫ്റ്റ് സൈഡിൽ താഴേക്കായിട്ട് ഒരു 5,600 ഉണ്ട്, അത് ലെസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതുക, ഇത്ര 3 ലക്ഷം. ആഡ് നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ കൂടെ 79,000 കൂട്ടുക. അതിൽ നിന്നും ഡ്രോയിങ്സ് 5,600 കുറയ്ക്കുക. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ഔട്ടർ കോളത്തിൽ എത്ര കിട്ടും? 3,73,400 കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ആവണം. ഈക്വൽ ആയാൽ നമുക്ക് കറക്റ്റാന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ 5,18,700 കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് ബാലൻസ് ഷീറ്റ് ടാലി ആയി എന്ന് പറയുന്നത്. ഈക്വലായി അല്ലെങ്കിൽ ടാലി ആയി എന്ന് പറയുന്നത്. TALLY ടാലി ആവുക എന്ന് പറയുമ്പോൾ ഈക്വൽ ആവുക. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എസെറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, എസെറ്റിൻ്റെ സൈഡ് എന്തിനു തുല്യമാണ്? എസെറ്റിൻ്റെ ടോട്ടൽ എന്തിനു തുല്യമായിട്ട് വരും? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന് തുല്യമായിട്ട് വരും. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി പ്രിപ്പയർ ചെയ്യേണ്ടത്.